സ്നേഹവന്ദനങ്ങൾ. ചട്ടമ്പി സ്വാമികൾക്ക് മറുപടി എന്ന രണ്ടാം എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതുപോലെ ചട്ടമ്പി സ്വാമികളുടെ ക്വസ്റ്റ്യനുകൾ എടുക്കുകയും അതിന് ഹൈന്ദവ സ്ക്രിപ്റ്റേഴ്സിൽ നിന്ന് അതിന് എന്ത് മറുപടി ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ബൈബിളിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നതായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യുക എന്നുള്ളതാണ് തുടർന്നുള്ള എപ്പിസോഡുകളുടെ ലക്ഷ്യം. ഈ എപ്പിസോഡില് ഹൈന്ദവ ചിന്തകളും അതേപോലെ തന്നെ ബൈബിൾ ഉത്തരങ്ങളും ഒരുമിച്ച് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ എപ്പിസോഡ് അല്പം ദീർഘമായി പോകുന്നത് കൊണ്ട് ഈ എപ്പിസോഡിൽ ചട്ടമ്പി സ്വാമികൾ ഉയർത്തിയതായ 1-ാമത്തെ അധ്യായത്തിൽ ഹൈന്ദവർ അതെങ്ങനെ കാണുന്നു എന്നുള്ളതും അടുത്ത എപ്പിസോഡിൽ വേദപുസ്തകം അതിനെന്ത് മറുപടി നൽകുന്നു എന്നുള്ളതുമാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. ചട്ടമ്പി സ്വാമികളുടെ ക്രിസ്തുമത ഛേദനത്തിന്റെ 1-ാമത്തെ അധ്യായം കൃത്യനിമിത്തം അഥവാ സൃഷ്ടി ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യമാണ് അദ്ദേഹം ചോദിച്ചു തുടങ്ങുന്നത്. അദ്ദേഹം ചോദിച്ചു തുടങ്ങി യെശയ്യാവ് 43-ന്റെ 7-ാം വാക്യങ്ങളൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ദൈവം തന്നെ മഹത്വത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്, അത് ദൈവത്തിന്റെ സ്വാർത്ഥ താല്പര്യമാണ്, തന്നെയല്ല ആദാമിനെ ഹവ്വയൊക്കെ സൃഷ്ടിച്ച ദൈവം സർവജ്ഞാനിയാകാൻ വഴിയില്ല എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം തുടരുന്നത്. അതിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും വരാവുന്നതാണ്. എന്നാൽ ഈ എപ്പിസോഡിൽ നമ്മുടെ ഒരു പ്രാരംഭ മറുപടി എപ്പിസോഡ് എന്നുള്ള നിലയിൽ ഹൈന്ദവ ചിന്തകളുടെ ആധാരമായിരിക്കുന്ന ടെക്സ്റ്റുകൾ ഏതാണ്, അതേപോലെ തന്നെ അവരുടെ ബ്രഹ്മനെ പറ്റിയുള്ള നിർവചനം എന്താണ്, ഇതേ ചോദ്യം അവരോട് ഉയർത്തിയാൽ അവരെന്താണ് മറുപടി നൽകുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അതോടൊപ്പം തന്നെ അദ്വൈതത്തിലെ ഒരു പ്രത്യേകതരം ടയേർഡ് റിയാലിറ്റി, ഈ യാഥാർത്ഥ്യത്തെ പല തട്ടുകളായിട്ട് തിരിക്കുന്ന രീതിയും നമുക്കൊന്ന് നോക്കാവുന്നതാണ്. അത് നമ്മൾ പ്രത്യേകം അടിവരയിട്ട് വരെ ചിന്തിച്ച് ഓർത്തു വെക്കേണ്ടതാണ്. കാരണം അത് നമ്മൾ ഓർത്തില്ലെങ്കിൽ അദ്വൈതത്തിന്റെ പ്രചാരകര് എപ്പോഴും നമ്മളോട് പറയും നമ്മൾ അവർ പറയുന്നത് മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞു വരും. നമ്മൾ ഈ എപ്പിസോഡിൽ കാണുന്നത് അവരാ വെക്കുന്ന തട്ടുകൾ തിരിച്ചുള്ളതായ ലെവല് തന്നെ യഥാർത്ഥത്തിൽ യുക്തിരഹിതമാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് കടക്കുകയാണ് ഈ എപ്പിസോഡ്. നമ്മൾ ഒന്നാമതായിട്ട് നോക്കുവാനായിട്ട് പോകുന്നത് വേദാന്തം എന്ന് പറയുന്ന സിദ്ധാന്തത്തിന് അതിന് ആധാരമായിരിക്കുന്ന പ്രമാണങ്ങളുണ്ടോ കൃതികളുണ്ടോ എന്നുള്ളതാണ്. ഇത് ആദിശങ്കരാചാര്യരുടെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന്റെ ഫോർവേഡ് എഴുതിയ TMB മഹാദേവൻ, അദ്ദേഹം ഫോർമർ ഡയറക്ടർ ഓഫ് ദ സെന്റർ ഓഫ് അഡ്വാൻസ് സ്റ്റഡി ഇൻ ഫിലോസഫിയാണ്. അദ്ദേഹം പറയുന്നത് ട്രിപ്പിൾ കനോൺ ഉണ്ട് എന്നുള്ളതാണ്. പ്രസ്ഥാനത്രയം. ഈ പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അടിസ്ഥാന ടെക്സ്റ്റുകളാണ് വേദാന്തത്തിന് ഉള്ളത്. അത് ഏത് വേദാന്ത സ്കൂളുകളാണെങ്കിലും, അദ്വൈതമാണെങ്കിലും വിശിഷ്ടാദ്വൈതമാണെങ്കിലും ദ്വൈതമാണെങ്കിലും ഏത് സ്കൂളുകളാണെങ്കിലും അല്ല മറ്റു സ്കൂളുകളാണെങ്കിലും അവർക്കെല്ലാം ആധാരമായിരിക്കുന്നത് ഈ 3 പ്രധാന ടൈപ്പ് ടെക്സ്റ്റുകളാണ്. ഒന്നാമത്തേത് ഉപനിഷത്തുകൾ, രണ്ടാമത്തേത് ഭഗവത്ഗീത, മൂന്നാമത്തേത് ബ്രഹ്മസൂത്ര. ഇത് 3ഉമാണ് വേദാന്തത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് 3ഉം അടിസ്ഥാനം ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ വേദാന്ത സ്കൂളുകളുടെ പ്രധാന സ്കൂളുകളായ അദ്വൈതം, വിശിഷ്ട അദ്വൈതം, ദ്വൈതം, ഇതിന്റെ 3ന്റെയും പ്രധാന ആചാര്യന്മാരായിരുന്ന ശങ്കരാചാര്യര്, രാമാനുജാചാര്യര്, മധുവാചാര്യര്, ഇവര് 3 പേരും ഈ 3 ടെക്സ്റ്റുകൾക്കും ഭാഷ്യങ്ങൾ എഴുതിയവരാണ്, കമന്ററികൾ എഴുതിയവരാണ്. ആദിശങ്കരാചാര്യരുടെ ഉപനിഷത്തുകളെ പറ്റിയുള്ള കമന്ററികൾ, ഗീതയെ പറ്റിയുള്ള കമന്ററികൾ, ബ്രഹ്മസൂത്രത്തെ പറ്റിയുള്ള കമന്ററികൾ നമുക്ക് വായിക്കാവുന്നതാണ്. അതേപോലെ തന്നെ രാമാനുജാചാര്യരുടെയും മധുവാചാര്യരുടെയും കമന്ററികൾ ഈ കൃതികൾക്കെല്ലാം നമുക്ക് വായിക്കാവുന്നതാണ്. ഈ കമന്ററികളിലൂടെയാണ് അവരവരുടെ സിദ്ധാന്തം തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പൊ ഈ 3 ടെക്സ്റ്റ്, ഉപനിഷത്തുകൾ, ഗീത, ബ്രഹ്മസൂത്ര, ഇത് 3ഉം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഉപനിഷത്തുകൾ ശ്രുതി ലിറ്ററേച്ചറിന്റെ ഭാഗമാണ്. വേദങ്ങൾ മുതൽ തുടങ്ങുന്ന, ഋഗ്വേദം മുതൽ തുടങ്ങുന്ന ശ്രുതി ലിറ്ററേച്ചറിന്റെ, ശ്രുതി സാഹിത്യത്തിന്റെ ഭാഗമാണ്. അതിന്റെ പരമോന്നത ഭാഗമായിട്ടാണ് ആദിശങ്കരാചാര്യരെ പോലെയുള്ളവർ ഉപനിഷത്തിനെ കണ്ടത്. പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്മൃതി സാഹിത്യത്തിന്റെ ഒരു പരമോന്നതമായ പദവിയിലാണ് ഗീതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ന്യായത്തിന്റെ ലോജിക്കലായിട്ട് നമ്മുടെ ക്രൈസ്തവ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് തിയോളജി, ആ സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ഒരു ഭാഗമാണ് ബ്രഹ്മസൂത്രം എന്ന് നമുക്ക് ഒരു പക്ഷേ പറയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ 2 ശ്രുതികളിലും പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ദൈവത്തെ പറ്റിയുള്ള, ബ്രഹ്മനെ പറ്റിയുള്ള, സൃഷ്ടിയെ പറ്റിയുള്ള ചിന്തകൾ ലോജിക്കലായിട്ട് വൈരുദ്ധ്യങ്ങളില്ലാതെ
പഠിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ബ്രഹ്മസൂത്ര. അതുകൊണ്ട് ബ്രഹ്മസൂത്ര ഭാഷ്യവും വളരെ പ്രാധാന്യപ്പെട്ടതായ ഒരു ഗ്രന്ഥം തന്നെയാണ്. എന്നാൽ ഈ കാലത്തില് ഈ ഗ്രന്ഥങ്ങൾ ഒന്നും തന്നെ സ്വീകാര്യമല്ല, ഇങ്ങനെ ഒരു കനോൺ ഇല്ല എന്ന് പറയുന്ന ധാരാളം ഹൈന്ദവ നേതാക്കന്മാരെ നമുക്ക് കാണാവുന്നതാണ്. അതിലൊരാളാണ് ശ്രീ രാജീവ് മൽഹോത്ര. അദ്ദേഹത്തിന്റെ ബീയിങ് ഡിഫറെന്റ് ആൻഡ് ഇന്ത്യൻ ചലഞ്ച് ടു വെസ്റ്റേൺ യൂണിവേഴ്സലിസം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഹൈന്ദവർക്ക് ഇങ്ങനെ കാനോണേ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കിന് ഏതാണ്ട് 4-5 വർഷങ്ങൾ മുമ്പ് എഴുതിയ കത്തിലും അദ്ദേഹം പറഞ്ഞു, എബ്രാമിക് റിലീജിയനുകളെ പോലെ ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് പ്രധാനമായിട്ട് ടെക്സ്റ്റ് ഒന്നുമല്ല ഞങ്ങൾക്ക് പ്രധാനം എക്സ്പീരിയൻസ് ആണ്, അനുഭവങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു ശാസ്ത്രീയ മെത്തേഡാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ നമുക്കിവിടെ ഒരു ചോദ്യമുള്ളത്, നിങ്ങളുടെ ശാസ്ത്രീയ മെത്തേഡിൽ അനുസരിച്ചാണ് നിങ്ങളുടെ സിദ്ധാന്തം ഉറപ്പിക്കുന്നതിന് നിങ്ങൾ പിന്നെ എന്തിനാണ് നിങ്ങളുടെ സിദ്ധാന്തത്തെ വേദാന്തം എന്ന് വിളിക്കുന്നത്? വേദാന്തം എന്ന് വിളിക്കുമ്പോൾ തന്നെ വേദങ്ങളുടെ അന്തമായ, വേദങ്ങളുടെ ഗോളായ, വേദങ്ങളുടെ ഫൈനാലിറ്റിയായ ഉപദേശങ്ങളാണ് നിങ്ങൾ സ്ഥാപിക്കുന്നതെന്നാണ് വരുന്നത്. അത് വേദങ്ങളുടെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് വേദാന്തം എന്ന് വിളിക്കുന്നത്? നിങ്ങളതിനെ ഫാന്റിസം എന്നോ വേറെ എന്തെങ്കിലും രീതിയിൽ വിളിച്ചോളൂ. പക്ഷെ നിങ്ങൾ വേദാന്തം എന്ന രീതിയിൽ വിളിക്കണമെങ്കിൽ അത് വേദശ്രുതികളുടെ ഈ ട്രിപ്പിൾ കനോന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്നാൽ ഈ ഒരു മനോഭാവം ഹൈന്ദവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് നമ്മൾ ചരിത്രപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അത് കിട്ടിയത് സ്വാമി വിവേകാനന്ദനിൽ നിന്നാണ്. അനന്താനന്ദ രംബാച്ചൻ എന്ന് പറയുന്ന സമകാലിക ഹൈന്ദവ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ലിമിറ്റ്സ് ഓഫ് സ്ക്രിപ്ചർ, വിവേകാനന്ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് വേദാസ് ചാപ്റ്റർ 2 ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, in the view of Vivekananda, Vedanta does not accept the authority of any text, denies the validity of any one text over the other, and refuses to concede that any one text can exhaust all trust about the ultimate reality. ഇത് വിവേകാനന്ദന്റെ ഒരു പഠിപ്പിക്കലാണ്. വിവേകാനന്ദ മുതലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് പാരമ്പര്യമായിട്ട് നമ്മൾ നോക്കുന്ന ഒരു പണ്ഡിതരെ പോലും ഈ ഒരു അപ്രോച്ച് അവരെടുത്തിരുന്നില്ല എന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് വിവേകാനന്ദൻ എടുത്തത് എന്നുള്ളതിന് അനന്താനന്ദ രംബാച്ചൻ തന്നെ, ഹൈന്ദവ പണ്ഡിതനായ അനന്താനന്ദ രംബാച്ചൻ തന്നെ അതിന് ഉള്ള കാരണങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അദ്ദേഹം ശ്രീ രാജീവ് മൽഹോത്രയുടെ ദ ട്രഡീഷണൽ റൂട്ട്സ് ഓഫ് ഡിഫറൻസിനെ പറ്റി നിരൂപണം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇൻ ദ ലിമിറ്റ്സ് ഓഫ് ദ സ്ക്രിപ്ചർ, അത് നമ്മൾ മുമ്പ് ഉദ്ധരിച്ചതായ സ്വാമി വിവേകാനന്ദന്റെ ബുക്ക്, ഐ ട്രേസ് ദ സ്ക്രിപ്ചേഴ്സ് ഇൻ ബ്രഹ്മ സമാജ് ഇൻ ദ ലേറ്റ് 19th century when there was a discomfort and embarrassment over the traditional authority of the Vedas in debate with the Christian missionaries. This led to its formal rejection and replacement with intuition. അപ്പോൾ ക്രൈസ്തവ പണ്ഡിതന്മാരുമായി, ക്രൈസ്തവ മിഷണറിമാരുമായിട്ട് നടന്ന സംവാദങ്ങളിൽ പരാജയം ഏറ്റുവാങ്ങിയതിന്റെ ഫലമായിട്ടാണ് ഹൈന്ദവര് വേദങ്ങളൊന്നും, ഞങ്ങൾക്ക് സ്ക്രിപ്റ്റേഴ്സ് ഒന്നുമില്ല, ഞങ്ങൾക്ക് സ്ക്രിപ്റ്റേഴ്സ് ഒന്നും അത്ര പ്രാധാന്യമുള്ളതല്ല എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ബ്രഹ്മസമാജകാരാണ് അത് പറഞ്ഞു തുടങ്ങുന്നത്. അതേ അപ്രോച്ച് തന്നെ സ്വാമി വിവേകാനന്ദനെ എടുത്തിരിക്കുക. എന്നാൽ സ്വാമി വിവേകാനന്ദന്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അദ്ദേഹം പാശ്ചാത്യ ലോകത്ത് പഠിപ്പിക്കുന്നതല്ല പലതും ഇന്ത്യയിൽ പഠിപ്പിക്കണം. ഇത് തന്നെ അനന്താനന്ദ രംബാച്ചൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതേ കാര്യത്തിൽ തന്നെ അനന്താനന്ദ രംബാച്ചൻ പറയുന്നത്, സ്വാമി വിവേകാനന്ദൻ പാശ്ചാത്യ ലോകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ വേദാന്തത്തിനൊരു ടെക്സ്റ്റ് അല്ല, വേദാന്തം അനുഭവമാണ്. അദ്ദേഹം ആധുനിക ശാസ്ത്രത്തിന്റെ രീതിയിലൊക്കെ വേദാന്തത്തെ അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് പാരമ്പര്യപരമായിട്ടുള്ള പണ്ഡിതന്മാരുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അതേ ലാംഗ്വേജിൽ അദ്ദേഹം പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ വരുന്നുണ്ട് വേദങ്ങളുടെ വലുപ്പത്തെ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത് അനന്താനന്ദ രംബാച്ചൻ ദ ലിമിറ്റ്സ് ഓഫ് ദ സ്ക്രിപ്ചർ വിവേകാനന്ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് വേദാസിൽ പറയുന്നുണ്ട്. ഓഡിയൻസ് അനുസരിച്ച് സംസാരിക്കാൻ പ്രഗത്ഭനായ ഒരു വ്യക്തിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ഓഡിയൻസ് അനുസരിച്ച് അദ്ദേഹത്തിന്റെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായ പ്രഭാഷണങ്ങൾ മാറുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത് അദ്വൈത വേദാന്തത്തിന്റെ പ്രമാണങ്ങളെ, അദ്വൈത വേദാന്തത്തിന്റെ മാത്രമല്ല വേദാന്ത സ്കൂളുകളുടെ പ്രമാണങ്ങളെ പറ്റിയാണ് നമ്മൾ ഒന്നാമത് ചർച്ച ചെയ്തത്. ഞാൻ രണ്ടാമത് പറഞ്ഞ അദ്വൈത വേദാന്തത്തിന്റെ യാഥാർത്ഥ്യത്തെ പല തട്ടുകളാക്കി നിർത്തുന്നതായ ഒരു വളരെ അപൂർവ രീതി. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഏത് സംവാദത്തിൽ ചെന്നെന്ന് പറഞ്ഞാലും ഏത് ചർച്ചയിൽ ചെന്നെന്ന് പറഞ്ഞാലും ഇവർ നമ്മളോട് പറയും, ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഇവർ നമ്മളോട് പറയാനായിട്ട് സാധ്യമാണ്. ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? സ്വാമി പരമാനന്ദ ഭാരതി വേദാന്ത പ്രബോധ ചാപ്റ്റർ 9 അദ്ദേഹം നമ്മുടെ ഇന്നത്തെ ആൾക്കാർക്ക് വേദാന്തം പറഞ്ഞു തരുവാൻ വേണ്ടി എഴുതിയ ഗ്രന്ഥമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ സത്യത്തെ 3ആയിട്ടാണ് അദ്വൈത വേദാന്തം തരംതിരിക്കുന്നത്. ഒന്ന് പരമാർത്ഥിക ലെവൽ, അത് യാഥാർത്ഥ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ ലെവൽ, ട്രാൻസെൻഡന്റ് ലെവൽ. 2 വ്യവഹാരിക ലെവൽ,
വ്യവഹാരിക നിലയം എന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ, എംബ്രിക്കൽ, അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വ്യവഹാരിക ലോകത്താണ്. 3 പ്രതിഭാസിക എന്ന് പറയുമ്പോൾ സ്വപ്നം പോലെ, അത് യാഥാർത്ഥ്യമല്ല എന്ന് അദ്വൈത വേദാന്തക്കാർ തന്നെ സമ്മതിക്കുന്നതായ കാര്യമാണ്. എന്നാൽ നമ്മൾ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ വ്യവഹാരിക ലെവലും പരമാർത്ഥിക ലെവലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ നമ്മൾ പ്രത്യേകം സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യവഹാരിക ലെവൽ പരമാർത്ഥിക ലെവലും എന്ന് പറയുന്നത് ഒരു മോഡ് ഓഫ് എക്സിസ്റ്റൻസ് അല്ല. ഉദാഹരണത്തിന് പരമാർത്ഥ ലെവൽ എന്ന് പറയുന്നത് നിത്യമാണെന്നും വ്യവഹാരിക ലെവൽ എന്ന് പറയുന്നത് താൽക്കാലികമാണെന്നും, അല്ലെങ്കിൽ വ്യവഹാരിക ലെവല് പരമാർത്ഥിക ലെവലിൽ ആശ്രയിച്ചാണ് നിൽക്കുന്നതെന്നും പറഞ്ഞായിരുന്നെങ്കിൽ ഒരു മോഡ് ഓഫ് എക്സിസ്റ്റൻസ് ആയിട്ട് നമ്മൾ അതിനെ അംഗീകരിക്കാമായിരുന്നു. എന്നാൽ അപ്രകാരമല്ല അദ്വൈതം പറയുന്നത് എന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. അദ്വൈതം പിന്നെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഇക്കാലത്ത് തന്നെ അദ്വൈതം അംഗീകരിച്ചിരിക്കുന്നതായ ശ്രീനിവാസ റാവു എന്ന് പറഞ്ഞതായ തത്വചിന്തകൻ, അദ്ദേഹം നേരത്തെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫിലോസഫി പഠിച്ചതായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അദ്വൈത കണ്ടംപററി ക്രിട്ടിക് എന്ന് പറഞ്ഞ പുസ്തകം ചാപ്റ്റർ 7 അദ്ദേഹം ഇത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പരമാർത്ഥിക ലെവലില്, പരമാർത്ഥിക തലത്തിൽ എത്തിക്കഴിയുന്നതിന് വ്യവഹാരിക ലെവൽ ഇല്ല എന്ന് തന്നെയാണ് അദ്വൈതത്തിന്റെ എല്ലാ ആചാര്യന്മാരും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. വ്യവഹാരിക ലെവല് പരമാർത്ഥിക ലെവലിൽ ഇല്ലെങ്കിൽ അതൊരു സ്വപ്ന ലോകവുമായിട്ട് ഈ വ്യവഹാരിക ലെവലിന്റെ വ്യത്യാസം എന്താണ്? കാരണം സ്വപ്നത്തിൽ നമ്മൾ സ്വപ്നം ഉണ്ടെന്ന് ചിന്തിക്കും, എഴുന്നേൽക്കുന്ന പറഞ്ഞാൽ സ്വപ്നമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കും. വ്യവഹാരിക ലെവലിൽ നമ്മൾ വ്യവഹാരിക ലെവലിൽ ജീവിക്കുന്നു, പരമാർത്ഥിക ലെവലിൽ എത്തിക്കൊണ്ട് വ്യവഹാരിക ലെവൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ വ്യവഹാരിക ലെവലും പ്രതിഭാസിക ലെവലും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? ഇത് ശ്രീനിവാസ റാവു ചോദിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, അതിന്റെ ഏറ്റവും ഫൈനൽ അനാലിസിസില് എല്ലാ വേദാന്തത്തിന്റെ അദ്വൈത വേദാന്തം പഠിപ്പിക്കുന്നവരും അവസാനം സമ്മതിക്കേണ്ടതായിട്ട് വരും, ഈ വ്യവഹാരിക ലെവലും ഇല്ല എന്ന് തന്നെയാണ് ഇവർ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. അസത്താണെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങ് അപ്രകാരം അസത്താണെന്ന് പഠിപ്പിക്കുന്ന ഉടനെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഇവര് 2 ലെവലായിട്ടൊക്കെ തിരിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന യുക്തിപരമായിട്ട് യാതൊരു സ്വാധീനവും ഇല്ലാത്തതായ ഒരു ലെവലാണ് വ്യവഹാരിക ലെവൽ. അദ്വൈതത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ ബ്രഹ്മം മാത്രമേ ഉള്ളവർക്ക് ഈ വ്യവഹാരിക ലെവലിന് യാതൊരുവിധ സ്വാധീനവും ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പദമാണ്. നമുക്കറിയാം, ഈ ബ്രഹ്മ ജ്ഞാനാവലി മാലയിലെ 20ാമത്തെ വാക്യത്തില് നമുക്ക് വളരെ കേട്ടിട്ടുള്ളതായ ഒരു ശ്ലോകമാണ്, ബ്രഹ്മമാണ് സത്യം, ജഗത് മിഥ്യയാണ്. ഇത് നമ്മൾ ഇതിന്റെ തർജ്ജമയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മിഥ്യ എന്നുള്ളതിന് നൈദർ റിയൽ നോർ അൺറിയൽ എന്നാണ്. റിയൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അൺറിയൽ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇത് രണ്ടുമല്ലാത്തതായ എന്താണ് ഉള്ളത്? ഇത് യുക്തിപരമായിട്ട് ഒരു വൈരുദ്ധ്യമാണ്. കാരണം യുക്തിയുടെ അടിസ്ഥാന 3 നിയമങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷന്, ഈ ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡില്, ലോ ഓഫ് ഐഡന്റിറ്റി എന്നൊക്കെ പറയുന്ന യുക്തിയുടെ അടിസ്ഥാന നിയമങ്ങളാണ്. യുക്തിയുടെ ഈ ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ പറയുന്നത് ഒരു കാര്യം അത് ഒന്നെങ്കിൽ സത്യമാണ്, അല്ലെങ്കിൽ അത് സത്യമല്ല, അത് തെറ്റാണ്. ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തില് ഒരു സാധ്യത ഇല്ല. അവിടെയാണ് ഇവർ പറയുന്നത് നൈദർ റിയൽ നോർ അൺറിയൽ. നമ്മൾ ഇത് പറയാണ്, ഓക്കെ, യുക്തിപരമായിട്ട് നമ്മളത് നോക്കേണ്ട കാര്യമല്ല, ഏതെങ്കിലും ഒരു തലത്തിൽ അത് യാഥാർത്ഥ്യമായിരിക്കും എന്ന് ചിന്തിച്ചാൽ തന്നെ അതിന് യാതൊരു സാധ്യതയും ഇല്ലാത്തതായ ഒരു തട്ടുകളാണിത്. ക്രൈസ്തവ തത്വചിന്തകനായ കൃഷ്ണമോഹൻ ബാനർജി അദ്ദേഹത്തിന്റെ ഡയലോഗ്സ് ഓൺ ദ ഹിന്ദു ഫിലോസഫി 8th ഡയലോഗില് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്, ഇവിടെ ശങ്കരാചാര്യരുടെ ഒരു വൈരുദ്ധ്യം വരുന്നുണ്ട്, പക്ഷെ അവിടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഒരു സബ്സ്റ്റൻസ്, ഒരു പദാർത്ഥം, ഒരു മെറ്റീരിയൽ, അത് ഒന്നെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഇപ്പൊ ഭാവി കാലത്തെ പറ്റിയൊക്കെ നമുക്ക് പോവുകയാണെങ്കിൽ പിന്നെയും നമുക്ക് ഒരു ലോ എക്സ്ക്ലൂഡഡ് മിഡിൽ ഇല്ലാതൊക്കെ ചിന്തിക്കാവുന്നൊക്കെ നമുക്ക് അനുമാനിക്കാം. എന്നാൽ ഒരു സബ്സ്റ്റൻസിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഒന്നെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതിന് നൈദർ റിയൽ നോർ അൺറിയൽ എന്നൊക്കെ പറയുന്നത് യുക്തിഹീനതയാണ്. നമ്മൾ ഈ വ്യവഹാരിക ലെവലും പരമാർത്ഥിക ലെവലും പ്രത്യേകം മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ശങ്കരാചാര്യർ എഴുതുന്നത് പലതും നമുക്ക് മനസ്സിലാക്കാതെ പോകും. അത് ഈ എപ്പിസോഡിൽ തന്നെ ഞാൻ 1-2 ഉദാഹരണങ്ങൾ പിന്നീട് കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തെ വ്യവഹാരിക ലെവൽ എന്നാണ് ഇവർ പറയുന്നത്, പരമാർത്ഥിക ലെവൽ എന്നല്ല പറയുന്നത്. പരമാർത്ഥിക ലെവലിൽ ഇതൊന്നുമില്ല. വ്യവഹാരിക ലെവലിലാണ് വർണ്ണ സിസ്റ്റം ഉള്ളത്. സാധാരണ
ചിലരൊക്കെ പ്രസംഗിച്ച് കാണാറുണ്ട്. സുനിൽ പീഡനം സാറിനെ പോലെയുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശങ്കരാചാര്യര് എല്ലാവരും ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ട് ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് വർണ്ണ സിസ്റ്റം അംഗീകരിച്ചത്? ശങ്കരാചാര്യർ അത് അംഗീകരിച്ചത് ശങ്കരാചാര്യരെ രണ്ട് തട്ടായിട്ട് തിരിച്ചു. പരമാർത്ഥ ലേഖനത്തിലല്ലേ ബ്രഹ്മം മാത്രമുള്ളൂ. വ്യവഹാരിക ലേഖനത്തിൽ ജാതിയുണ്ട്, വർണ്ണമുണ്ട്, അത് ശൂദ്രനുണ്ട്, ബ്രാഹ്മണനുണ്ട്. അതിനകത്ത് എന്താ പ്രശ്നം? അപ്പൊ വ്യവഹാരിക ലെവലിൽ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ വ്യവഹാരിക ലെവലിനെ പറ്റി നമ്മൾ ചിന്തിച്ചു വന്നപ്പോൾ നമ്മളത് ചിന്തിച്ചു, അത് അടിസ്ഥാനപരമായിട്ട് പരമാർത്ഥ ലെവലിൽ ചെല്ലുമ്പോൾ അത് അസത്ത് തന്നെയാണ്. രണ്ട്, അത് ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിലിനെ വൈലേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു അതിന്റെ ഒരു പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ നെഹ്മിയ നീലകണ്ഠ ശാസ്ത്രി, മൂന്നാമത്തേത് നമ്മൾ കണ്ടത് കൃഷ്ണമോഹൻ ബാനർജിയുടെ ഒരു സബ്സ്റ്റൻസ് ഒന്നെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അല്ലാതെ നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ല. നാലാമത് നമ്മൾ കാണുന്നത് നെഹ്മിയ നീലകണ്ഠ ശാസ്ത്രി കോര. ഇദ്ദേഹത്തെ പറ്റിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നത്. ഇദ്ദേഹം ഒരു ഹൈന്ദവ പണ്ഡിറ്റായിരുന്നു. ഹൈന്ദവ പണ്ഡിറ്റായിട്ട് ക്രൈസ്തവരുമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടു. എന്നാൽ തുടർന്നുള്ളതായ ഇദ്ദേഹത്തിന്റെ സംവാദത്തിൽ ഹൈന്ദവ മതം ഒരു സത്യമായിരിക്കാൻ സാധ്യമല്ലെന്നും ക്രൈസ്തവ വിശ്വാസത്തിന്റെ മനോഹരത്വവും അതിന്റെ യുക്തി ഭദ്രതയും ഒക്കെ കണ്ട് അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസിയായിട്ട് മാറി, ക്രൈസ്തവ അപ്പോളജിസ്റ്റ് ആയിട്ട് മാറിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മിറർ ഓഫ് ഹിന്ദു ഫിലോസഫിക്കൽ സിസ്റ്റം സെക്ഷൻ 3 ചാപ്റ്റർ 1 അദ്ദേഹം മറ്റൊരു ഹൈന്ദവ പണ്ഡിതൻ, ഇദ്ദേഹം പൂർവ്വമീമാംസയുടെ ആളാണ്. പൂർവ്വമീമാംസക്കാരെ വേദാന്തത്തിന്റെ ആളുകളല്ല. പൂർവ്വമീമാംസ എന്ന് പറയുമ്പോൾ റിച്വലാണ്. അതിന്റെ ഇപ്പൊ യാഗം കഴിക്കുന്നതും അങ്ങനെയുള്ള റിച്വലിന്റെ ആളാണ്. ഈ പൂർവ്വമീമാംസയുടെ പണ്ഡിതനായിരിക്കുന്ന പാർത്ഥസാരഥി ഈ വേദാന്തത്തെ റിഫ്യൂട്ട് ചെയ്യാൻ വേണ്ടി, അദ്വൈത വേദാന്തത്തെ പ്രത്യേകിച്ച് റിഫ്യൂട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവരുടെ ഈ പരമാർത്ഥിക വ്യവഹാരിക ലെവലിൽ എടുക്കുന്നു. അദ്ദേഹം അതേ പറയുന്നത് നമ്മുടെ എല്ലാം യുക്തി അനുസരിച്ചും നമ്മുടെ എല്ലാം കാണുന്നതും തൊടുന്നതും നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും ഈ ലോകമുണ്ട്. ഈ ലോകം മാത്രമല്ല, ഇവിടെ ഡ്യുവാലിറ്റി ഉണ്ട്, ഇവിടെ ദ്വൈതമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അദ്വൈതം പറയുന്നത് ഇതെല്ലാം വ്യവഹാരികമാണ്, പരമാർത്ഥ ലെവലത്തിൽ ഇതൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ ഇതിന്റെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? അദ്ദേഹം പറയുന്നത് വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെങ്കിൽ അത് യുക്തിപരമല്ല. കാരണം വേദങ്ങൾ ഈ വ്യവഹാരിക ലെവലിലുള്ള സംഭവമല്ലേ. വ്യവഹാരിക ലെവലിലുള്ളത് മിഥ്യയാണെങ്കിൽ വേദങ്ങളും മിഥ്യയാണ്, വേദങ്ങളും തെറ്റാണ്. വേദങ്ങൾ തെറ്റാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരുന്നതായ തെളിവിന് എന്ത് സാധുതയാണ് ഉള്ളത് എന്നുള്ളത് പൂർവ്വമീമാംസ പണ്ഡിതനായിരുന്ന പാർത്ഥസാരഥി ചോദിക്കുന്നത് നെഹ്മിയ നീലകണ്ഠ ശാസ്ത്രി നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ ഈ ധാരാളം പ്രശ്നങ്ങളുള്ളതായ തട്ടുകളാണ് ഇതിനെ ഈ അദ്വൈത പണ്ഡിതന്മാര് സാധാരണ വ്യവഹാരിക ലെവലും പരമാർത്ഥിക ലെവലും ഒക്കെ പറയുമ്പോൾ ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ജാതി വ്യവസ്ഥയൊക്കെ നിലനിർത്താനും സാധിച്ചിരുന്നതായ ഒരു കാര്യമാണ്. ഇതുകൊണ്ടും മറ്റനേക കാരണങ്ങൾ കൊണ്ടും സ്വാമി വിവേകാനന്ദൻ ഈ വ്യവഹാരിക ലെവലിനെയും പരമാർത്ഥിക ലെവലിനെയും നിശ്ചിതമായിട്ട് വിമർശിക്കുകയും തള്ളിക്കളയുകയും ചെയ്തതായ ആളാണ്. സ്വാമി വിവേകാനന്ദന്റെ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ വോളിയം 5 എപ്പിസ്റ്റൽ ഫസ്റ്റ് സീരീസ് ഡേറ്റഡ് ഓഗസ്റ്റ് 20, 1893 അദ്ദേഹം പറയുന്നത് നോ റിലീജിയൻ ഓൺ ദി എർത്ത് പ്രീച്ചസ് ദ ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമാനിറ്റി ഇൻ സച്ച് എ ലോഫ്റ്റി സ്ട്രെയിൻ ആസ് ഹിന്ദുയിസം. ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല, എങ്കിലും സ്വാമി വിവേകാനന്ദൻ പറയുന്നതാണ്. ആൻഡ് നോ റിലീജിയൻ ഓൺ ദി എർത്ത് treads upon the necks of the poor and low in such a fashion as Hinduism. അത് പരമാർത്ഥമാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് the Lord has shown me that the religion is not in fault, but it is the Parsis and Sadhupis in Hinduism, hypocrites who invent all sort of engines of tyranny in the shape of the doctrines of Paramarthika and Vyavaharika. അദ്ദേഹം പറയുന്നത് ഹിന്ദുവിസം പോലെ മാനവികത പഠിപ്പിക്കുന്നതായ മറ്റൊരു മതമില്ല, എന്നാൽ ഹിന്ദുവിസം പോലെ മാനുഷിക മൂല്യങ്ങളെ ചവിട്ടി ഒരച്ചു കളയുന്നതായ മറ്റൊരു മതവുമില്ല. ഈ വൈരുദ്ധ്യം എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ദൈവം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തത് ഇത് മതത്തിന്റെ പ്രശ്നമല്ല, ഈ വ്യവഹാരികം പരമാർത്ഥികം എന്ന് പറഞ്ഞ് രണ്ട് തട്ടുകൾ ഉണ്ടാക്കി അതിലൂടെ ടൈറിനെ സൃഷ്ടിക്കുന്നവരുണ്ടാക്കിയതായ അവരെ അദ്ദേഹം കപടഭക്തിക്കാരും പരീക്ഷന്മാരും സദുക്യന്മാരും എന്നാണ് വിളിക്കുന്നത്, അവർ മുഖാന്തരം ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. എന്നാൽ ഒരു സാൻമാർഗിക പ്രോബ്ലം കാരണം മാത്രമല്ല സ്വാമി വിവേകാനന്ദൻ, അല്ലെങ്കിൽ യുക്തിപരമായ പ്രോബ്ലങ്ങൾ കൊണ്ട് മാത്രമല്ല സ്വാമി വിവേകാനന്ദൻ യഥാർത്ഥത്തിൽ ഈ പരമാർത്ഥികവും വ്യവഹാരിക ലെവലിലും തട്ടുകളെ തള്ളിക്കളയുന്നത്. അദ്ദേഹം ഒരു ഭക്തൻ കൂടിയാണ്, ഒരു ദേവി ഭക്തൻ കൂടിയാണ്. അദ്ദേഹം പാശ്ചാത്യ ലോകത്ത് പോകുമ്പോൾ അദ്വൈതമാണ് പ്രസംഗിച്ചിരുന്നത്. ഇത് സ്വാമി തപസ്യാനന്ദ, രാമകൃഷ്ണ മിഷനിൽ ഉണ്ടായിരുന്ന സ്വാമിയാണ്. സ്വാമി തപസ്യാനന്ദ അദ്ദേഹത്തിന്റെ ഭക്തി സ്കൂൾസ് ഓഫ് വേദാന്ത സെക്ഷൻ ഗ്ലോറി ഓഫ് ഭക്തി ആ പുസ്തകത്തിൽ അദ്ദേഹം കാണിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ പാശ്ചാത്യ ലോകത്ത് വേദാന്തം അദ്വൈത വേദാന്തം മാത്രം പ്രചരിപ്പിച്ചിരുന്നത് കൊണ്ട് അദ്വൈത വേദാന്തത്തിന്റെ പ്രചാരകൻ മാത്രമായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. എന്നാൽ അത് തെറ്റാണ്.
അദ്ദേഹം പാശ്ചാത്യ ലോകത്ത് ഭക്തിയെപ്പറ്റി പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അവരത് അംഗീകരിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ശാസ്ത്രീയമെന്ന് തോന്നിയ രീതിയിൽ ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അദ്വൈത വേദാന്തം മാത്രം പാശ്ചാത്യ ലോകത്ത് പഠിപ്പിച്ചത്. ഇവിടെ വന്നപ്പോൾ ഭക്തിയും പഠിപ്പിച്ചു, ദിവ്യയെ പറ്റിയുള്ള ഭക്തിയൊക്കെ അദ്ദേഹം പഠിപ്പിച്ചു. അതാണ് സ്വാമി വിവേകാനന്ദന്റെ മറ്റൊരു വൈരുദ്ധ്യം. എന്നാൽ അങ്ങനെ ഭക്തനായിരിക്കുന്ന മനുഷ്യന് ഒരിക്കലും അദ്വൈത വേദാന്തത്തിന് ഈ പരമാർത്ഥിയും വ്യവഹാരിക ലെവലും അംഗീകരിക്കാനായിട്ട് കഴിയില്ല. കാരണം എല്ലാ ദേവീദേവന്മാരും, ഹൈന്ദവരുടെ എല്ലാ ദേവീദേവന്മാരും ഇന്ന് ആയിരിക്കുന്നത് വ്യവഹാരിക ലെവലിൽ മാത്രമാണ്, വ്യവഹാരികത്തിന്റെ തട്ടിൽ മാത്രമാണ്. പരമാർത്ഥിക ലെവലിൽ എത്തുന്നുണ്ടെ അവരെല്ലാം ഇല്ലാതെയാകുകയാണ്. ശ്രീനിവാസ റാവു പറഞ്ഞതുപോലെ അവരെല്ലാവരും അസത്താകുകയാണ്, അതിനില്ല പിന്നെ. അപ്പൊ ഇതൊരു ഭക്തൻ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടായി ആണ്, അതും കൂടി ഒരു കാരണമാണ് സ്വാമി വിവേകാനന്ദൻ ഈ പരമാർത്ഥികവും വ്യവഹാരികവുമായിട്ടുള്ള ലെവൽ തള്ളിക്കളഞ്ഞത്. പരമാർത്ഥികവും വ്യവഹാരികമായിട്ടുള്ള ലെവൽ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഒരു അദ്വൈത സിദ്ധാന്തം പഠിപ്പിക്കുന്ന ആള് പിന്നെ എങ്ങനെയാണ് അദ്വൈതം പഠിപ്പിക്കുന്നത്? അവിടെ ദ്വൈതം വന്നു കഴിഞ്ഞല്ലോ, അവിടെ പ്ലൂറാലിറ്റി വന്നു കഴിഞ്ഞു, നാനാത്വം വന്നു കഴിഞ്ഞു. ഇതിന് സ്വാമി വിവേകാനന്ദൻ കണ്ടുപിടിച്ചത് വേറൊരു മാർഗമാണ്. അതിനു മുമ്പ് സ്വാമി തപസ്യാനന്ദ വ്യവഹാരിക ലെവലിനെ പറ്റി പറഞ്ഞത് ഞാൻ വിട്ടുപോയി, അതുകൂടി ഒന്ന് കാണിക്കാവുന്നതാണ്. അദ്ദേഹം പറയുന്നത് നിഷ്പക്ഷമായ പണ്ഡിതന്മാരെല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നതായ ഒരു കാര്യമെന്ന് പറയുന്നത് ഉപനിഷത്തുകളുടെ അടിസ്ഥാനത്തിൽ പരമാർത്ഥികവും വ്യവഹാരികവുമായ തട്ടുകൾ എന്ന് യാഥാർത്ഥ്യത്തെ തിരിക്കാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. ഞാൻ ചോദിച്ചതുപോലെ അങ്ങനെ ഒരു സാധ്യതയില്ലെങ്കിൽ പിന്നെ എങ്ങനെ അദ്വൈതം നിങ്ങൾ സ്ഥാപിക്കും? ഇതിന് സ്വാമി വിവേകാനന്ദൻ കണ്ടുപിടിച്ച ഒരു രീതി എന്ന് പറയുന്നത് ബ്രഹ്മണ് രണ്ട് വിശേഷണങ്ങൾ എന്ന് പറയാൻ പറ്റിയല്ല, രണ്ട് തലങ്ങള് വ്യവഹാരിക ലെവലിലും പരമാർത്ഥിക ലെവലിലും ഉണ്ട്. ബ്രഹ്മനെ നമ്മള് വ്യവഹാരിക ലെവലിൽ നിന്ന് കാണുന്നുണ്ട് സവിശേഷമായിട്ടുള്ള, അതായത് ക്വാളിഫൈഡ് ബ്രഹ്മനാണ്, ഗുണങ്ങളുണ്ട്. എന്നാൽ പരമാർത്ഥിക ലെവലില് നിർവിശേഷനാണ്. എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കാനായിട്ട് യാതൊന്നുമില്ല. ഇതിന്റെയൊക്കെ ലോജിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ തുടർന്നുള്ള എപ്പിസോഡിൽ നോക്കുന്നതായിരിക്കും. ഈ എപ്പിസോഡിൽ നമ്മൾ ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ പരമാർത്ഥിക ലെവലിൽ ചെല്ലുന്നുണ്ടെ ഈ വ്യവഹാരിക ലെവലിലുള്ള നമ്മൾ അനുഭവിച്ചതായ ബ്രഹ്മൻ നമ്മളൊരു സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നുണ്ട്, ആ സ്വപ്നം ഇല്ലാതെയാകുന്നത് പോലെ ഈ ബ്രഹ്മണും സവിശേഷമുള്ളതായ ബ്രഹ്മണും ഇല്ലാതെയാകുകയാണ്. അദ്വൈത വേദാന്തത്തിന്റെ പാരമ്പര്യ സിദ്ധാന്തം അനുസരിച്ച് വിവേകാനന്ദൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവേകാനന്ദൻ പറഞ്ഞ അങ്ങനെയല്ല, സവിശേഷ ബ്രഹ്മണും നിർവിശേഷ ബ്രഹ്മണും എന്ന് പറയുന്ന ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. അത് രണ്ടും നമ്മൾ മുക്തി പ്രാപിച്ചു കഴിയുമ്പോഴും നമ്മൾ മോക്ഷം പ്രാപിച്ചു കഴിയുമ്പോഴും രണ്ടും നമുക്ക് ഏത് അനുഭവിക്കണമോ ആ അടിസ്ഥാനത്തിൽ അനുഭവിക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ വിവേകാനന്ദന്റെ ഈ ഹൈപ്പോത്തസിസ് ഒരു വൈരുദ്ധ്യമാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സത്ത, അതിന് വൈരുദ്ധ്യമുള്ളതായ രണ്ട് ഗുണങ്ങൾ എങ്ങനെയാണുള്ളത്? ഇത് കോംപ്ലിമെന്ററി അല്ല, ഇത് കോൺട്രഡിക്ടറിയാണ്. കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒന്ന് വിശേഷണങ്ങളൊന്നുമില്ലെന്ന് നമ്മൾ പറയും, ഒന്ന് സവിശേഷണങ്ങളെന്ന് പറയും. ഇത് രണ്ടും എങ്ങനെയാണ് ഒരു സത്തയിൽ തന്നെ നിലനിൽക്കുന്നത്? ഇനി ആ സത്തയിൽ അത് നിലനിൽക്കണമെങ്കിൽ അതിനെ രണ്ടിനെയും, ഈ രണ്ട് ഗുണങ്ങളെയും ബന്ധിപ്പിക്കുന്ന മറ്റെന്തോ വേണം. ആ മറ്റെന്തോ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ട് വിശേഷണങ്ങളും നമുക്ക് ഇതിലെങ്ങനെയെങ്കിലും ഘടിപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അങ്ങനെ മറ്റെന്തോ വന്നു കഴിഞ്ഞാൽ ബ്രഹ്മണിൽ തന്നെ നാനാത്വം വരികയാണ്. അല്ലെങ്കിൽ തന്നെ ബ്രഹ്മണിൽ ഈ രണ്ട് ഗുണങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നാനാത്വം വന്നു കഴിഞ്ഞു. നാനാത്വം ബ്രഹ്മണിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നാനാത്വം പുറത്തു വരുന്നതിനകത്ത് എന്ത് അപാകതയാണ്? സത്യത്തിൽ വിവേകാനന്ദൻ നാനാത്വം പുറത്ത് അംഗീകരിച്ചിരുന്നതായ ഒരാളാണ്. വിവേകാനന്ദന്റെ തന്നെ ഈ സിദ്ധാന്തത്തെ പറ്റി സ്വാമി തപസ്യാനന്ദ അദ്ദേഹത്തിന്റെ ഭക്തി സ്കൂൾസ് ഓഫ് വേദാന്ത സെക്ഷൻ ഗ്ലോറി ഓഫ് ഭക്തിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. വിവേകാനന്ദനെ ഉദ്ധരിച്ച് പറയുകയാണ്, again he says those who aspire to retain their individual mind even after their liberation. നോക്കണം, ഇൻഡിവിജ്വൽ മൈൻഡ് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ അവരുടെ മോക്ഷം കഴിഞ്ഞിട്ടും and to remain distinct will have ample of opportunity in realizing their aspirations and enjoying the blessings of the qualified Brahman. അവര് ക്വാളിഫൈഡ് ബ്രഹ്മണോടുകൂടി ആയിരിക്കും, എന്നേക്കുമായിരിക്കും എന്നുള്ളതാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ യഥാർത്ഥത്തിൽ അദ്വൈതത്തെ ഖണ്ഡിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം മോക്ഷം കഴിഞ്ഞിട്ടും നിങ്ങളായിട്ട് എക്സിസ്റ്റ് ചെയ്യും, ബ്രഹ്മണായിട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ദ്വൈതം വന്നല്ലോ. പിന്നെ അദ്വൈതത്തിന് എന്ത് സാധ്യമാണോ? പാശ്ചാത്യരോട് അത് പഠിപ്പിച്ചു എന്നുള്ളത് സത്യം, പക്ഷെ അദ്ദേഹം അത് പഠിപ്പിച്ചത് വൈരുദ്ധ്യമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബ്രഹ്മണിലെ രണ്ട് ഈ സവിശേഷവും നിർവിശേഷവും എന്നുള്ള ഗുണങ്ങളൊക്കെ ആദിശങ്കരാചാര്യർ അദ്ദേഹത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വിവേകാനന്ദന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇതിനെ പരിശോധിച്ചിട്ട് അദ്ദേഹം തന്നെ പറയുന്നതാണ്, ഇതിന് രണ്ടിന് ഒരേപോലെ സാധ്യമല്ല. കാരണം ഇത് വൈരുദ്ധ്യം നിറഞ്ഞതായ ഘടകങ്ങളാണ്. അദ്ദേഹത്തിന്റെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തില് അദ്ദേഹം 2 ടോപ്പിക് 5 അദ്ദേഹം പറയുന്നുണ്ട്, this being the position, we say, as to that the Supreme Brahman, considered in itself, cannot logically have both the characteristics. For it cannot be admitted that the very same thing is naturally possessed of attributes like form, etc. And it is also without this, for that is self-contradictory. അത് വൈരുദ്ധ്യം നിറഞ്ഞ നിലപാടാണ്. ഇത് വൈരുദ്ധ്യം നിറഞ്ഞ നിലപാടായതുകൊണ്ട് തന്നെ ആദിശങ്കരാചാര്യരെ തള്ളിക്കളഞ്ഞതാണ്. ആദിശങ്കരാചാര്യ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തില് പറയുന്നത്, അതുകൊണ്ട് പരമോന്നതമായ പരമാർത്ഥിക ലെവലത്തില് ബ്രഹ്മന് യാതൊരു വിശേഷണങ്ങളുമില്ല, യാതൊരു ഗുണങ്ങളുമില്ല. ബ്രഹ്മനെ പറ്റി നമുക്ക് അവിടെ ഒന്നും പറയാനായിട്ട് സാധ്യമല്ലെന്ന് തന്നെയാണ് അദ്ദേഹം. ഇവിടെ ചില സുഹൃത്തുക്കൾ ഒരുപക്ഷെ പറയുമായിരിക്കും, സ്വാമി വിവേകാനന്ദന്റെ ലക്ഷ്യം നല്ലതായിരുന്നു, അദ്ദേഹത്തിന്റെ ഉദ്ദേശം വളരെ ശുദ്ധിയുള്ളതായിരുന്നു. കാരണം ഈ പരമാർത്ഥികം വ്യവഹാരികം എന്ന് പറഞ്ഞ് എല്ലാ തിന്മകളും വ്യവഹാരിക ലെവലത്തിൽ നിലനിർത്താനായിട്ടുള്ള ശ്രമങ്ങളെ അദ്ദേഹം എതിർക്കാൻ വേണ്ടിയാണ് ഈ വ്യവഹാരിക പരമാർത്ഥിക ലെവലിനെ അദ്ദേഹം തള്ളിക്കളഞ്ഞത്. എന്നാൽ അദ്ദേഹം അങ്ങനെ തള്ളിക്കളഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ആകുന്നില്ല. കാരണം ഏതെങ്കിലും രീതിയിൽ നമ്മൾ മനുഷ്യനെല്ലാം ബ്രഹ്മനാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പാശ്ചാത്യ പണ്ഡിതനായ C.S. ലൂയിസിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നമ്മൾ ദൈവത്തെ നമ്മുടെ ലെവലിലേക്ക് തരം താഴ്ത്തുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, ഇപ്പം എല്ലാ അസന്മാർഗീയത ചെയ്ത് ജീവിക്കുന്നവനും ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ശരിയാണെന്ന്, അല്ലെങ്കിൽ അതെല്ലാം തന്നെ സന്മാർഗീയത്തോടൊപ്പം തന്നെ സ്വാധുതയുള്ളതാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നതായിട്ട് വരും. ഇത് പാശ്ചാത്യ പണ്ഡിതനായ C.S. ലൂയിസിന്റെ അഭിപ്രായമാണെങ്കിൽ, മറ്റൊരു പ്രശ്നം നമുക്ക് ഹൈന്ദവ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന്, എല്ലാവരും ദൈവമാണെന്നോ, എല്ലാവരിലും ദൈവത്വം വസിക്കുന്നുണ്ടെന്നോ, എല്ലാവരിലും ബ്രഹ്മനാണെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ താഴ്ത്തുക മാത്രമല്ല, ഒരുപക്ഷെ നമ്മൾ മനുഷ്യനെ താഴ്ത്തുന്ന ഒരു രീതിയും കൂടിയാണ് തരുന്നത്. ഇതെങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്മപുരാണം അതിന്റെ സെക്ഷൻ 6 ഇത് എപ്രകാരം പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്മപുരാണം അതിന്റെ സെക്ഷൻ 6 ഉത്തരകാണ്ഡത്തില് ഒരു ചർച്ചയുണ്ട്. അത് പാർവതിയും രുദ്രനും തമ്മിലുള്ളതായ, ശിവനും തമ്മിലുള്ളതായ ഒരു ചർച്ചയാണ്. അതിൽ പാർവതി ചോദിക്കുന്നുണ്ട്, ഹൗ ഡി ജനാർദ്ദന who descended on the earth for the protection of dharma approach others' wife. ഇത് ട്രാൻസ്ലേഷൻ എന്നെ ദേശ്പാണ്ഡെയാണ്. പാർവതി ചോദിക്കുന്നത്, ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി വന്ന കൃഷ്ണൻ മറ്റുള്ളവരുടെ ഭാര്യമാരുമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ച് നടന്നത് എങ്ങനെയാണ്, അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? അവിടെ രുദ്രൻ പറഞ്ഞു ഒഴിയുന്നതായ ഒരു ന്യായമെന്ന് പറയുന്നത്, കൃഷ്ണൻ ഒരിക്കലും തന്റെ ശരീരത്തിൽ നിന്ന് മറ്റ് ശരീരങ്ങളെ വേർതിരിച്ച് കണ്ടില്ല. കാരണം കൃഷ്ണൻ ബ്രഹ്മനാണ്, കൃഷ്ണൻ ദൈവമായിരിക്കുന്നത് കൊണ്ട് തന്റെ ഭാഗങ്ങളായിട്ട് മാത്രമാണ് ബാക്കിയുള്ളവരെ എല്ലാം കണ്ടത് എന്നുള്ളത്. ഇത് പത്മപുരാണത്തിൽ മാത്രമല്ല, ശ്രീമദ് ഭഗവതം കാണ്ഡോ 10 ചാപ്റ്റർ 33 അധ്യായം 33 ഇസ്കോണിന്റെ സ്ഥാപകനായ ഭക്തിവേദാന്ത പ്രഭുപദൻ തർജ്ജമ ചെയ്തതായ ശ്രീമദ് ഭഗവതത്തിലും നമുക്കിത് കാണാമെന്നതാണ്. അവിടെയും ഇതേ ചോദ്യം തന്നെ ശ്രീകൃഷ്ണനെ പറ്റി ഉത്തരം ഉയർത്തുമ്പോൾ ഏതാണ്ട് ഇതേ നിലയിലുള്ള ഉത്തരങ്ങളാണ് നൽകുന്നത്. ഇവിടെ ഒരു പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ശ്രീകൃഷ്ണൻ ചെയ്തതെല്ലാം ദൈവമാണെന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു മനുഷ്യരോട് പറയുകയാണ് നീയും ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന് ഈ ശ്രീകൃഷ്ണൻ ചെയ്തതെല്ലാം അവനും ചെയ്യാമെന്നുള്ളതല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ C.S. ലൂയിസ് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഇവിടെ വീണ്ടും നിലനിൽക്കുകയാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതായ ഒരു സന്മാർഗീയ ലെവലത്തിലേക്ക് നമുക്ക് മനുഷ്യനെ ഉയർത്തണമെങ്കിൽ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഒരു വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തണം. ഇനി ദൈവം മനുഷ്യനായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധനായിട്ട് ജീവിച്ചതായ ഒരു മാതൃക നമ്മൾ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് സന്മാർഗീയ നിലയ്ക്ക് ഒരു ഉറപ്പുള്ള ഒരു അടിസ്ഥാനം നൽകാനായിട്ട് കഴിയുള്ളൂ. അത് ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ, അത് ബൈബിളിലെ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. അതിലേക്ക് പിന്നീട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മൾ വ്യവഹാരിക ലെവൽ, പരമാർത്ഥിക ലെവലിന്റെയും പ്രശ്നങ്ങളാണ് സ്വാമി വിവേകാനന്ദൻ മുന്നോട്ട് വെച്ചതായ നിർദ്ദേശം ഒരു അർത്ഥത്തിലും അത് പരിഹരിക്കുന്നതല്ല. അത് യാതൊരു യുക്തിഭദ്രതയും ഇല്ലാത്തതായ, സന്മാർഗത്തിൽ നിലനിർത്താൻ കഴിയാത്തതായ ഒരു പ്രപ്പോസലാണ് അത് ചെയ്തത്. ആദിശങ്കരാചാര്യരെ മുന്നോട്ട് വെച്ചതിലുള്ള യുക്തിവൈരുദ്ധ്യതയും നമ്മൾ കണ്ടതാണ്. മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചട്ടമ്പി സ്വാമിയോട് ഉയർത്തുന്ന ചോദ്യത്തിന് മുമ്പ് കാണേണ്ടതാണ്. ഒന്ന്, നമ്മൾ പ്രമാണങ്ങളെ പറ്റി കണ്ടു. 2, തട്ടുകൾ തിരിച്ചുള്ള യാഥാർത്ഥ്യത്തെ പറ്റി കണ്ടു. മൂന്നാമത് നമ്മൾ കാണേണ്ടത് ഇവർ ഈ ബ്രഹ്മണെ എങ്ങനെ നിർവചിക്കുന്നു എന്നുള്ളതാണ്.
നിർവിശേഷമാണ് എന്ന് നമ്മൾ പറഞ്ഞുവെങ്കിൽ ഈ എസ് രാധാകൃഷ്ണനെ പോലെയുള്ളവർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇമേഷൻ ഇത് എസ് രാധാകൃഷ്ണൻ മാത്രമല്ല ആദിശങ്കരാചാര്യരും ഒക്കെ അംഗീകരിക്കുന്നതായ ഒരു വ്യൂ ആണ്, വീക്ഷണമാണ്. അവർ പറയുന്നത് ബ്രഹ്മൻ എന്ന് പറയുന്നത് സച്ചിത് ആനന്ദമാണ്. ഈ നിർവചനത്തിന്റെ യുക്തിപരമായ പ്രശ്നങ്ങളും ബാക്കിയുള്ള പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നതായിരിക്കും. എങ്കിലും നമ്മൾ ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കണം. അന്തിമമായി നമ്മൾ ദൈവത്തെ ആനന്ദമയനെന്ന് മാത്രമാണ് നിർവചിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സച്ചിത് ആനന്ദനാണെന്ന് നിർവചിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളിലൊന്നും ദൈവത്തിന് ഇടപെടാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ മനസ്സും അപ്പോൾ കലങ്ങും, ദൈവം അപ്പോൾ വിഷാദിക്കും. അങ്ങനെ വിഷാദിക്കുന്നതായ ദൈവം ഒരിക്കലും ആനന്ദമനായിട്ട് ഇരിക്കാനായിട്ട് കഴിയില്ല. അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഏറ്റവും മനോഹരമായ വിശുദ്ധ ബൈബിൾ നൽകുന്ന വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണാവുന്നതാണ്. എന്നാൽ ഇപ്പം നമ്മൾ ഇത്രയും മാത്രം മനസ്സിലാക്കി ഈ ഭാഗം വിടുകയാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത്. 1 പ്രമാണ ഗ്രന്ഥങ്ങൾ, 2 തട്ടുകൾ തിരിച്ചുള്ള യാഥാർത്ഥ്യം, 3 ബ്രഹ്മനെ പറ്റിയുള്ള നിർവചനം. ഇത് 3ന്റെ അടിസ്ഥാനം പിന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചട്ടമ്പി സ്വാമി ചോദിച്ചതായ ചോദ്യം ചോദിക്കുകയാണ്: എന്തിനാണ് ഈ സൃഷ്ടി? ബ്രഹ്മൻ എന്തിനാണ് ഈ ലോകം സൃഷ്ടിച്ചത്? ആദിശങ്കരാചാര്യര് അദ്ദേഹത്തിന്റെ ബ്രഹ്മസൂത്ര ഭാഷ്യം അധ്യായം 2 പദം 1 ശ്ലോകം 32 ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്ന സ്വാമി ഗംഭീരാനന്ദയാണ്. അദ്ദേഹം പറയുന്നത്, even if this effort to be imagined to be conducive to some purpose, pose of the conscious supreme self, then the mention of the Vedas of its contentment will be contradicted. നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു മോട്ടീവ് ഉണ്ട്, ഇതെന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ ദൈവം ആനന്ദമയനാണെന്ന് പറയുന്നതിനെ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം മറ്റൊന്നിന്റെയും ആവശ്യമില്ലാതെ ഇരിക്കുന്നതായ ഒരു യാഥാർത്ഥ്യത്തിലാണ് ദൈവമായിരിക്കുന്നത്. പിന്നെ എന്ത് മോട്ടീവാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതേ ഉത്തരം തന്നെ ബ്രഹ്മസൂത്ര ഭാഷ്യം, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ 3 ആചാര്യന്മാരും ഈ 3 ഉപനിഷത്തുകൾക്കും ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിന് കമന്ററി എഴുതിയവരാണ്. അപ്പൊ രാമാനുജാചാര്യരും വിശിഷ്ട അദ്വൈതത്തിന്റെ രാമാനുജാചാര്യരും ഇതേ അധ്യായം 2 ബ്രഹ്മസൂത്ര അധ്യായം 2 പദം 1 ശ്ലോകം 2 ഇതേ കാര്യം തന്നെ അദ്ദേഹം മുന്നോട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ ഇവർ ഈ പറയുന്നത് ഒക്കെ തന്നെ ഒരുപോലെ ഉള്ളതായതുകൊണ്ട് അവരോരോരുത്തരും പറയുന്നത് പ്രത്യേകമായിട്ട് നോക്കുന്നില്ല, റെഫറൻസ് തന്നു പോവുകയാണ്. അതുപോലെ തന്നെ മധുവാചാര്യര്, ദ്വൈത വേദാന്തത്തിന്റെ പ്രധാന ആചാര്യരായ മധുവാചാര്യരും അദ്ദേഹത്തിന്റെ ബ്രഹ്മസൂത്ര കമന്ററിയിലെ അധ്യായം 2 പദം 1 ശ്ലോകം 33 അദ്ദേഹം ഇത് തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ആസ് ദ ടെക്സ്റ്റ് നൗ ദിസ് ലോഡ് അലോൺ കൺസിസ്റ്റ് ഓഫ് അബ്സല്യൂട്ട് ബ്ലിസ്. കാരണം ബ്ലിസ് ആനന്ദമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് മോട്ടീവാണ് പറയാനായിട്ട് പോകുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോട്ടീവ് ഒന്നും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. അപ്രകാരമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സൃഷ്ടി? ആ സൃഷ്ടിയെ പറ്റി തന്നെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ അധ്യായം 2 പദം 1 ശ്ലോകം 33 ആദിശങ്കരാചാര്യര് പറയുന്നത്, ഇതെല്ലാം ഒരു പാസ് ടൈമാണ്, ഇതെല്ലാം ഒരു നേരം പോക്കിന് വേണ്ടി ഒരു കളി പോലെയാണ്, ഒരു ഗെയിം പോലെയാണ്, ഒരു ലീലാവിലാസമാണ്. അതിനാണ് ഈ സൃഷ്ടി മുഴുവൻ വന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ റെഡായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതായ ഭാഗം നിങ്ങളൊന്ന് സൂക്ഷിച്ചു വായിക്കണം. And yet the Vedic statement of creation does not relate to any reality. For it must not be forgotten that such a text is valid within the range of activities concerned with the name and fault called up by ignorance. It is meant for propounding the fact that everything has Brahma as itself. സൃഷ്ടിയെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു, ഇതിന്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ ചർച്ച ചെയ്തു, എന്തിനാണ് സൃഷ്ടിയാക്കുന്നതെന്നൊക്കെ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊന്നും യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതായ കാര്യങ്ങളാണ്. കാരണം യഥാർത്ഥത്തിൽ ഇതൊന്നും ഇല്ല. ഇതെല്ലാം അവിദ്യ കൊണ്ട് നമ്മൾ നിരൂപിക്കുന്നതായ കാര്യങ്ങൾ മാത്രമാണ്, നമ്മൾ ചിന്തിക്കുന്നതായ കാര്യങ്ങൾ മാത്രമാണ്, യഥാർത്ഥത്തിൽ ഇതൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം വ്യവഹാരിക ലെവലിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശങ്കരാചാര്യരുടെ സൃഷ്ടിയെ പറ്റിയൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് പ്രസംഗിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുമ്പോൾ ഇത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആകപ്പാടെ ആശ്ചര്യപ്പെട്ടു പോകും. പിന്നെ എന്തിനാണ് ഇതിപ്പം പ്രസംഗിക്കുന്നത്? അദ്ദേഹം അത് വ്യവഹാരിക ലെവലിന്റെ കാര്യമാണ് പറയുന്നത്, അവിദ്യയുടെ കാര്യമാണ് പറയുന്നത്. അതിന് വിദ്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹം അത് പറയുകയാണ്. രാമാനുജാചാര്യരും ഇത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ശങ്കരാചാര്യര് പറയുന്ന പോലെ ഇത് വ്യവഹാരികം പരമാർത്ഥികമെന്ന് അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ആ അവസാനത്തെ ഭാഗം പറയുന്നില്ല. ബാക്കിയുള്ളതൊക്കെ അദ്ദേഹം പറയുന്നത് ഒരു രാജാവ് പന്ത് കളിക്കുന്നത് പോലെ, കുട്ടികൾ വെറുതെ കളിക്കുന്നത് പോലെ ഉള്ളൊരു നേരം പോക്ക് മാത്രമാണ് ഈ സൃഷ്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. മധുവാചാര്യരും ഇതിനോട് തന്നെ യോജിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഒരു ഭ്രാന്തൻ നൃത്തം ചെയ്യുന്നത് പോലെ മാത്രമാണ് ഈ സൃഷ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ചോദ്യം ന്യായമായിട്ട് വരും,
വെറും പന്ത് കളിക്കുന്നത് പോലെ കളിക്കുകയും ഭ്രാന്തൻ നൃത്തം പോലെ ചെയ്യുന്നത് പോലെ ചെയ്യുകയൊക്കെയാണ് ദൈവം ഈ സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ ഈ ലോകത്ത് കാണുന്നതായ കഷ്ടതയും പ്രയാസവും ഒക്കെ എന്തിനാണ് ദൈവം തന്നിരിക്കുന്നത്? വെറുതെ കളിക്കാൻ വേണ്ടി കളിക്കുകയാണെങ്കിൽ എന്തിനാണ് ഇത്രയും മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അവിടെ ആചാര്യന്മാർ അതിനൊരു ഉത്തരം പറയുന്നുണ്ട്. ആചാര്യന്മാർ പറയുന്നത് ബ്രഹ്മസൂത്ര ഭാഷ്യത്തില് ആദിശങ്കരാചാര്യര് അധ്യായം 2 പദം 1 ശ്ലോകം 34 അദ്ദേഹം പറയുന്നത് ഇതെല്ലാം പഴയ കർമ്മങ്ങൾ കൊണ്ട് വന്നതാണ്. ഇതെല്ലാം ഒരു സൈക്കിളായിട്ട് പോവുകയാണ്. സൃഷ്ടി, അത് കഴിഞ്ഞ് സൃഷ്ടി ഇല്ലാതെയാക്കുക, പിന്നെയും വീണ്ടും പുനഃസൃഷ്ടി ചെയ്യുക. അപ്പോൾ പഴയ സൃഷ്ടിയിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ പുനഃസൃഷ്ടി നടത്തുന്ന ഉടനെ ആ സമയത്ത് നമ്മളെ പുഴുവായിരിക്കണമോ പാമ്പായിരിക്കണമോ മനുഷ്യനായിരിക്കണമോ ദൈവമായിരിക്കണമോ എന്നുള്ളത് പഴയ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെട്ടതാണെന്ന്. അതുകൊണ്ട് ദൈവത്തിന്റെ വായത്ത് പക്ഷപാതമില്ല, ദൈവത്തെ നമുക്ക് കുറ്റം ആരോപിക്കാനായിട്ട് കഴിയില്ല, ഇത് പഴയ കർമ്മത്തിന്റെ കാര്യമാണ് എന്നാണ് ആദിശങ്കരാചാര്യർ പറയുന്നത്. രാമാനുജാചാര്യരും അതേ കാരണം തന്നെയാണ് പറയുന്നത്. പാർഷ്യാലിറ്റി ആൻഡ് ക്രൂവാലിറ്റി cannot be attributed to God on account of the reasons given. പഴയ കർമ്മങ്ങൾ കാരണം മാത്രമാണ് എന്നുള്ളതാണ് രാമാനുജാചാര്യരും പറയുന്നത്. ഇത് തന്നെയാണ് ദ്വൈതത്തിന്റെ ആചാര്യനായ മധുവാചാര്യരും പറയുന്നത്. പാർഷ്യാലിറ്റി ആൻഡ് മെർസിലെൻസ് ആർ നോട്ട് ഫോർ its dispensation is related to the karmas of the souls. For Shruti shows that. ശ്രുതി ഗ്രന്ഥങ്ങളൊക്കെ തന്നെ പറയുന്നത് ഇത് കർമ്മത്തിന്റെ ഫലമാണ്, അതുകൊണ്ട് ദൈവത്തെ അത് നമുക്ക് ആരോപിക്കാനായിട്ട് കഴിയില്ല. എങ്കിലും നമുക്ക് ഇവിടെ ഒരു കാര്യം ചിന്തിക്കും. സൃഷ്ടിയുടെയും പുനഃസൃഷ്ടിയുടെയും ഒക്കെ കാര്യത്തിൽ ഇത് ശരിയാണെങ്കിലും ആദ്യത്തെ സൃഷ്ടിയില്, ഇതിലൊക്കെ ആദ്യം നടക്കുന്ന സൃഷ്ടിയില് ആദ്യത്തെ ശൂദ്രൻ അവൻ എന്ത് കുറ്റകൃത്യം ചെയ്തിട്ടാണ് ശൂദ്രനായിരിക്കുന്നത്? കാരണം സൃഷ്ടിയെപ്പറ്റി പറയുന്നുണ്ട് ഋഗ്വേദം മണ്ഡലം 10 അതിന്റെ ഹിമ്മ 90 അദ്ദേഹം പറയുന്നത് വായിൽ നിന്ന് ബ്രഹ്മനും തോളിൽ നിന്ന് ക്ഷത്രിയനും അരയിൽ നിന്ന് വൈശ്യനും പാദങ്ങളിൽ നിന്ന് ശൂദ്രനും പിന്നെ മ്ലേച്ഛന്മാരും ദളിതരും ഒക്കെ പുറത്ത് എവിടെ നിന്നോ ആണ് സൃഷ്ടിക്കപ്പെട്ടതെന്നാണ്. മ്ലേച്ഛന്മാരും ദളിതരും പുറത്ത് എവിടെ നിന്നുള്ളതാണെന്ന് ഞാൻ പറയുന്നതാണ്. ബാക്കി 4 ജാതികളെ പറ്റി 4 വർണ്ണങ്ങളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം, ആദ്യത്തെ ശൂദ്രൻ അവൻ എന്ത് കുറ്റകൃത്യം ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയൊരു ചോദ്യം മുൻകണ്ടുകൊണ്ട് ആചാര്യന്മാര് നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇതിനൊരു ആദ്യമില്ല, ഇത് അനാദിയാണ്. ഇത് ആരംഭമില്ലാതെ അനാദിയായിട്ട് നിൽക്കുന്നതായ ഒന്നാണ് ഈ കർമ്മയും റീഇൻകാർണേഷനും സീരീസും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ആദിശങ്കരാചാര്യര് അത് ബ്രഹ്മസൂത്ര ഭാഷ്യം അധ്യായം 2 പദം 1 ശ്ലോകം 35 പറയുന്നു. That is no defect since the transmigratory state has no beginning. This defect would have arisen if transmigratory had a beginning. ആരംഭം ഉണ്ടെങ്കിൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അനാദിയായിട്ട് നിൽക്കുന്നതായതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടാണ് രാമാനുജാചാര്യരും അദ്ദേഹത്തിന്റെ ബ്രഹ്മസൂത്ര ഭാഷ്യം അധ്യായം 2 പദം 1 ശ്ലോകം 35 അതുകൊണ്ടും തന്നെ മധുവാചാര്യരും അദ്ദേഹത്തിന്റെ വേദസൂത്ര ഭാഷ്യം അധ്യായം 2 പദം 1 ശ്ലോകം 36 പറയുന്നത് സീരീസ് ഓഫ് കർമ്മ ഈസ് ഇറ്റേണൽ. അപ്പൊ ഇത് അനാദിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യത്തെ ശൂദ്രൻ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് ഫൈനൈറ്റ് സീരീസിന് ഒരു ഇൻഫൈനൈറ്റ് ആണെന്ന് പറയുന്നത് അതൊരു ഇൻഫൈനൈറ്റ് റിഗ്രസ് ഫാലസിയാണ്, അതൊരു ന്യായവൈകല്യമാണ്. ഇത് നമുക്ക് എളുപ്പം മനസ്സിലാക്കണമെങ്കിൽ മാത്തമാറ്റീഷ്യൻ ഡേവിഡ് ഗിൽബർട്ട് ജോർജ് ഗർമോവിനെ റെക്കോർഡ് ചെയ്തുകൊണ്ടായി എഴുതിയ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ 1, 2, 3 ഇൻഫിനിറ്റി ഫാക്ട്സ് ആൻഡ് സ്പെക്കുലേഷൻസ് ഓഫ് സയൻസ് ചാപ്റ്റർ 1 ബിഗ് നമ്പേഴ്സ് അദ്ദേഹം പറയുന്ന ഒരു ഹോട്ടൽ ഉണ്ടെന്ന് ചിന്തിക്കാം. ഈ ഹോട്ടലിന് പരിമിതമായ ഫൈനൈറ്റ് നമ്പർ ആയിട്ടുള്ള റൂമുകളെ ഉള്ളതെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ ആ എല്ലാ റൂമുകളിലും ആളുകൾ വന്നു കഴിഞ്ഞാൽ വേറൊരാൾ പിന്നീട് വന്നു കഴിഞ്ഞാൽ റൂമില്ലെന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ റൂമിന് ഇൻഫൈനൈറ്റ് നമ്പർ ആയിട്ടുള്ള റൂമുകളാണെന്ന് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ ഇൻഫൈനൈറ്റ് നമ്പർ റൂംസിലും ആളുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ വീണ്ടും ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു വൈരുദ്ധ്യമാണ്, അതൊരു ഫാലസിയാണ്, അത് സാധ്യമല്ല. അത് വേറൊരു രീതിയിൽ ചിന്തിക്കണമെങ്കിൽ JP മോർലൻഡ് അദ്ദേഹത്തിന്റെ സ്കെയിലിംഗ് ഓഫ് ദ സർക്കുലർ സിറ്റിയിൽ പറയുന്നതായ ഒരു ഉദാഹരണമുണ്ട്. ഒരു ബാസ്ക്കറ്റിൽ നിറയെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ആപ്പിൾസ് ഉണ്ടെന്ന് നോക്കും. ഇതിന് എത്ര ആപ്പിൾ എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞാലും പിന്നെ അവിടെ ആപ്പിൾ ഉണ്ട്. അപ്പൊ ഇത് ഫൈനൈറ്റ് സീരീസിന്റെ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത് യുക്തിസഹജമായ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതൊരു ലോജിക്കൽ ഫാലസിയാണ് 3 ആചാര്യന്മാരും, ന്യായവൈകല്യമാണ് 3 ആചാര്യന്മാരും മുന്നോട്ട് വെച്ചിരിക്കുന്നതായ അനാദി സംസാരം എന്ന് പറയുന്നത്. ന്യായവൈകല്യം മാത്രമല്ല, കർമ്മ പുനർജന്മങ്ങള് അനാദിയാണ് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ ബ്രഹ്മനോടൊപ്പം കർമ്മവും പുനർജന്മവും ആ സീരീസ് ഉണ്ടല്ലോ, അനാദി സംസാരം അദ്ദേഹത്തിന്റെ ബ്രഹ്മനോടൊപ്പം ഉള്ളതാണല്ലോ. അപ്പൊ അവിടെ പിന്നെ അദ്വൈതമില്ലാതെയാവില്ല. ഇത് എളുപ്പം മനസ്സിലാക്കണമെങ്കിൽ പുരാണത്തിലെ തന്നെ ഒരു ഉദാഹരണം എടുക്കാം. പുരാണത്തില് നാരായണൻ കിടക്കുന്നത്, നാരായണൻ പരബ്രഹ്മമായിട്ട് സങ്കല്പിച്ച് നാരായണൻ കിടക്കുന്നത് ഒരു മിൽക്ക് ഓഷനിലാണ്, ഒരു പാലിന്റെ സമുദ്രത്തിലാണ്. ആ സമുദ്രത്തില് ഒരു സർപ്പത്തിന് മീതെയാണ് ഈ നാരായണൻ ഇങ്ങനെ കിടക്കുന്നത്. നാരായണൻ ഒന്നും ചെയ്യാതെയാണ് കിടക്കുന്നത്, കാരണം നിഷ്ക്രിയനാണ്.
ആ നാരായണൻ ഇങ്ങനെ കിടക്കുന്ന ആ സർപ്പം എന്ന് പറയുന്ന സംസാരമാണ്. എന്നാൽ ആ സർപ്പം ഒരിക്കലും നാരായണനെ ഹനിക്കുന്നില്ല. അപ്പോൾ പരമാനന്ദ ഭാരതി പറയുന്നത് ഇതുപോലെയാണ് ബ്രഹ്മൻ അനാദി സംസാരത്തിൽ കിടക്കുന്നുവെങ്കിലും അനാദി സംസാരം ഒരു കാരണവശാലും ബ്രഹ്മണനെ ഹനിക്കുന്നില്ല. അവിടെ ചോദ്യം ഹനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ബ്രഹ്മൺ അവിടെ കിടക്കുമ്പോൾ ബ്രഹ്മണും ഉണ്ട്, അനാദി സംസാരവും ഇല്ലേ, സർപ്പവും ഇല്ലേ. സർപ്പം ഇവിടെ സാങ്കല്പികമാണ്. പക്ഷെ അനാദി സംസാരമുള്ള ഉള്ളത് കൊണ്ട് തന്നെ അനാദി സംസാരം ബ്രഹ്മണോടൊപ്പം ഉള്ളപ്പോൾ അവിടെ എങ്ങനെ അദ്വൈതമാകും? ആദിശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ ഭഗവത്ഗീതയിലെ കമന്ററിയില് അദ്ദേഹം 13 അദ്ദേഹത്തിന്റെ 2-ാം ശ്ലോകത്തില് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ അനാദി സംസാരവും ഇല്ല, ജന്മവും ഇല്ല, പുനർജന്മവും ഇല്ല, കർമ്മവും ഇല്ല. കാരണം ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞതെല്ലാം അവിദ്യയിൽ നിന്ന് പറഞ്ഞതാണ്. അപ്പൊ നമ്മളിത് മനസ്സിലാക്കുന്നത് സൃഷ്ടിയെ പറ്റി പറയുമ്പോൾ അനാദി സംസാരത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇവർ അധികം വാചാലന്മാരാകുവാണെങ്കിലും അവർ അന്തിമമായിട്ട് പറയുന്നത് വെറുതെ ഇതൊക്കെ ഞങ്ങൾ വെറുതെ പറയുന്നതാണ്, ഇതൊക്കെ അവിദ്യയിലാണ് എന്നുള്ളതാണ്. ഈ ഒരു അബ്സർഡിറ്റി, അതായത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് അവിദ്യയിലാണെന്ന് പറയുന്നതായി വെറുതെ ഒരു അബ്സർഡിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ പരമാർത്ഥിക ലെവലും വ്യവഹാരിക ലെവലും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ ഇതിന്റെ യുക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല, പ്രായോഗിക തലത്തിലും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായ ഒരു ഉത്തരമാണ് ഈ 3 ആചാര്യന്മാരും ഇത് അനാദി സംസാരത്തിലൂടെ നൽകിയിരിക്കുന്നത്. അതായത് എല്ലാം കർമ്മങ്ങളും ഉണ്ടാകും വരികയാണെങ്കിൽ ഈ കഷ്ടത അനുഭവിക്കുന്നവരെ നമ്മൾ കുറ്റം പറയുന്നവരാണ്. ഗരുഡ പുരാണം 5:3 ട്രാൻസ്ലേഷൻ ബൈ ഏണസ്റ്റ് വുഡ് ആൻഡ് എസ് വി സുബ്രഹ്മണ്യം അവിടെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ബ്രാഹ്മണനെ കൊന്നു കഴിഞ്ഞാൽ എന്താവും, പശുവിനെ കൊന്നു കഴിഞ്ഞാൽ എന്താവും, കന്യകയെ കൊന്നു കഴിഞ്ഞാൽ എന്താവും. കന്യകയെ കൊന്നു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് അടുത്ത ജന്മത്തില് ഒരു കുഷ്ഠരോഗിയായിട്ടായിരിക്കും ജനിക്കുന്നത്. കുഷ്ഠരോഗിയായിട്ട് ജനിക്കുന്നത് അവർണരുടെ കൂട്ടത്തിലായിരിക്കും. അപ്പൊ അവർണരുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു കുഷ്ഠരോഗിയായിട്ട് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അവനെ ബ്ലെയിം ചെയ്യുകയാണ്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ്. നമ്മൾ നോക്കണം, കഷ്ടത അനുഭവിക്കുന്നവനെ എത്രമാത്രം ഇകഴ്ത്തി സംസാരിക്കാമോ അവനെ കൂടുതൽ എങ്ങനെ മുറിവേൽപ്പിക്കാം എന്നുള്ളത് മാത്രമാണ് ഈ ഉത്തരം നൽകുന്നത്. ഈ ഉത്തരം യാതൊരു യുക്തിഭദ്രതയുള്ളതല്ല, ആശ്വാസത്തിന് പ്രായോഗിക തലത്തിൽ പോലും യാതൊരുവിധ ആശ്വാസവും നൽകാൻ കഴിയാത്ത ഉത്തരമാണ്. അത് മാത്രമല്ല, ഇവര് മുന്നോട്ട് വെച്ചിരിക്കുന്നതായ ഉത്തരങ്ങൾ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ ദൈവം അശക്തനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സർവശക്തി അത് ബാധിക്കുന്നതാണ്. അശക്തനാണെന്ന് പറയില്ലെങ്കിലും സർവശക്തിയെ ബാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഭഗവത് പുരാണം അതിന്റെ ഖണ്ഡം 10 അധ്യായം 24 ഇത് ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രഭുപതയാണ്. അദ്ദേഹത്തിന്റെ ഇതിനകത്ത് ട്രാൻസ്ലേഷൻ പറയുന്നത് കൃഷ്ണൻ, ഇവിടെ ശ്രീകൃഷ്ണൻ ഗോവർദ്ധ പർവ്വതത്തെ ആരാധിക്കാൻ വേണ്ടി അവിടെ ഉള്ളവരോട് പറയുകയാണ്, വേദങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠനായ ദൈവമായിരുന്ന ഇന്ദ്രനെ ആരാധിക്കേണ്ട കാര്യമല്ല. കാരണം നിങ്ങൾ ജനിക്കുന്നതും മരിക്കുന്നതും ജീവിക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് ദൈവങ്ങൾക്ക് അവിടെ യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് കൃഷ്ണൻ പറഞ്ഞ് അവരെ ഇന്ദ്രനെ ആരാധിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞത് സത്യമാണെങ്കിൽ കൃഷ്ണനെ ആരാധിക്കുന്നതിനകത്ത് യാതൊരു കാര്യമില്ല, രാമനെ ആരാധിക്കുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. കാരണം കർമ്മമല്ലേ എല്ലാം നിശ്ചയിക്കുന്നത്. കൃഷ്ണൻ പിന്നെ ഗീതയിൽ പറഞ്ഞതിനകത്തൊന്നും ഭഗവത് പുരാണം അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അർത്ഥമില്ല എന്ന് വരും. ഇതാണ് കർമ്മം കൊണ്ട് മുന്നോട്ട് വെക്കുന്നതായ ഒരു പ്രശ്നം. ദൈവത്തിന്റെ സർവശക്തിയും അത് ചോദ്യം ചെയ്യാം. കഷ്ടത അനുഭവിക്കുന്നവനെ കുറ്റം പറയുക മാത്രമല്ല, അനാദി സംസാരം എന്ന് പറയുന്ന ഇൻഫൈനൈറ്റ് റിഗറസ് ഫലസി മാത്രമല്ല, ദൈവത്തിന്റെ സർവശക്തിയും ചോദ്യം ചെയ്യുന്നതായ ഒരു പ്രശ്നമാണ് ഈ അനാദി സംസാരം മുന്നോട്ട് വെക്കുന്നത് നോക്കുന്നത്. നമ്മളിവിടെ ഒരു ചോദ്യം ചോദിക്കാം, ദൈവത്തിനൊക്കെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല, കുറഞ്ഞ പക്ഷം ദൈവം ഞാൻ അനുഭവിക്കുന്ന കഷ്ടത മനസ്സിലാക്കുന്നെങ്കിലും ഉണ്ടോ? സത്യത്തിലില്ല. അവിടെയാണ് ആദിശങ്കരാചാര്യരുടെ വേറൊരു വൈരുദ്ധ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സർവജ്ഞാനിയാണോ എന്നുള്ള ചോദ്യം വരുന്നത് അവിടെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സവിശേഷ ബ്രഹ്മൺ അഥവാ വ്യവഹാരിക ലോകത്തുള്ള ബ്രഹ്മണ് മാത്രമാണ് സർവശക്തിയും സർവജ്ഞാനവും ഒക്കെ ഉണ്ട്. ഇത് ബ്രഹ്മസൂത്ര ഭാഷ്യം അധ്യായം 2 പദം 1 ടോപ്പിക് 6 ആദിശങ്കരാചാര്യർ ഇത് പറയുന്നുണ്ട്. ഇതെല്ലാം ഈ അവിദ്യയുടെ ലോകത്താണ് നടക്കുന്നത്. എന്നാൽ ഈ പരമാർത്ഥിക ലോകത്ത് എത്തിക്കഴിയുന്നതന്നെ അവിടുത്തെ ബ്രഹ്മണ് മറ്റൊന്നും അറിയത്തില്ല, മറ്റൊന്നും കാണുന്നില്ല, മറ്റൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് വേറെ ഒന്നും തന്നെ അറിയത്തില്ല എന്നുള്ളതാണ് അത് ആദിശങ്കരാചാര്യർ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ആശ്ചര്യകരമെന്ന് പറയുന്നത് തത്വജ്ഞാനിക്ക് മീതെയാണ് ഒന്നും അറിയാൻ മേലാത്തവരാണ്. നമ്മുടെ സാധാരണ ഭാഷയാണെങ്കിൽ മറ്റൊന്നും അറിയാൻ മേലാത്തവൻ അജ്ഞനാണ്, അവൻ ഇഗ്നോറന്റ് ആണ്. അങ്ങനെയുള്ള സർവജ്ഞാനിക്ക് മീതെ അജ്ഞനെ പ്രതിഷ്ഠിച്ചതായ സിദ്ധാന്തമാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് ഈ അദ്വൈത സിദ്ധാന്തമൊക്കെ എന്തോ യുക്തിഭദ്രമായ മഹാത്തായ ഏതോ സിദ്ധാന്തമാണെന്നല്ല, ഇതൊരു അബ്സർഡിറ്റിയാണ്.
ദൈവത്തിന്റെ സർവശക്തിയെയും ദൈവത്തിന്റെ സർവജ്ഞാനത്തെയും ദൈവത്തിന്റെ സ്നേഹത്തെയും ഒക്കെ നിഷേധിക്കുന്ന, ലോകത്തിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്ന, മനുഷ്യനെ കുറ്റവാളിയാക്കുന്നതായ അബ്സേർഡ് ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ് അദ്വൈത വേദാന്തം. ഈ അദ്വൈത വേദാന്തത്തിന്റെ പ്രസംഗകനായിരുന്ന ചട്ടമ്പി സ്വാമിയാണ് വിശുദ്ധ ബൈബിളിനെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങള് അദ്ദേഹം ചോദിച്ച രീതിയിൽ അടുത്ത എപ്പിസോഡിൽ നമ്മൾ എടുക്കുകയും ബൈബിളിന്റെ മഹത്തായ യുക്തിഭദ്രമായ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തരം എന്താണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുകയും അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഈ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത് വേദാന്തത്തിന്റെ പ്രമാണങ്ങൾ എന്താണ്, അദ്വൈത വേദാന്തത്തിന്റെ തട്ടുകൾ തിരിച്ചുള്ള യാഥാർത്ഥ്യം എന്താണ്, വിവേകാനന്ദന്റെ വ്യത്യാസം എന്താണ്. അത് മാത്രമല്ല, അദ്വൈത വേദാന്തത്തിൽ ബ്രഹ്മനെ സച്ചിത്ത് ആനന്ദമായിട്ടാണ് നിർവചിക്കുന്നതെന്ന് കണ്ടു. മറിച്ച് അത് മാത്രമല്ല, എന്താണ് സൃഷ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല. അവിടെ നമ്മൾ അതിനോടനുബന്ധിച്ചതായ ചോദ്യങ്ങളും കണ്ടുകഴിഞ്ഞു. ഇവിടെ ദൈവത്തിന്റെ സർവജ്ഞാനത്തെയും സർവശക്തിയും ഒക്കെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നതായ സിദ്ധാന്തം അദ്വൈത വേദാന്തമാണെന്ന് നമ്മൾ കണ്ടിരുന്നു. ഇതെല്ലാം നമ്മുടെ മനസ്സിലിരിക്കണം. അടുത്ത എപ്പിസോഡില് ഇദ്ദേഹത്തിന്റെ ബൈബിളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലിരിക്കണം. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാ ആൾക്കാർക്കും എന്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ ചട്ടമ്പി സ്വാമികളുടെ ബൈബിളിൽ നിന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും.